നിങ്ങളുടെ ആ പാട്ട് വളരെ ഹിറ്റായ ഒരു പാട്ടാണല്ലോ, നിങ്ങൾ തന്നെ പാടിയ പാട്ട്. ആ ഒന്ന് പാടാമോ? രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീയെന്നും കാമാക്ഷി, പ്രേമം പുതു പ്രേമം നീയെന്നും മണവാട്ടി, രാഗമനുരാഗം നീയെന്നും അനുരാഗി, ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ. നിങ്ങൾ ഈ സിനിമയിൽ നായികമാർ, മലയാള സിനിമയിൽ ഇപ്പോൾ നിലവിലുള്ള ആളുകളെയാണ് നിങ്ങൾ കാസ്റ്റ് ചെയ്യുകയെങ്കിൽ ആരെയൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുക? ആക്ച്വലി ഞാൻ 1-2 പേരെ ഞാൻ നോക്കിയിരുന്നു, പക്ഷേ അവർക്ക് ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് മലയാളത്തിൽ ലൈവായിട്ടുള്ള. പിന്നെ നിങ്ങൾ നേരത്തെ ഇതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇപ്പം മലയാളത്തിൽ നായിക ദാരിദ്ര്യം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കിങ്ങനെ ഈ നിമിഷം വരെ ഫീൽ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെ കേസ് അങ്ങനെയായിരിക്കാം. അപ്പോൾ എനിവേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞോണം, ഒരു 6-7-8 പെൺകുട്ടികളെ ഞാൻ കൊടുക്കുന്നു, ഡ്രസ്സ് ഇട്ടതും ഇടാത്തതും മലയാളിത്തം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള, എങ്ങനെ വേണേൽ അഭിനയിക്കാൻ കഴിവുള്ള, തറവാടിത്തം ഉള്ളതും ഇല്ലാത്തതും എല്ലാ ടൈപ്പുള്ള 8 പേരെ കൊടുത്തു. കാരണം 8 പേര് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അല്ല, അതൊരു പ്ലസ് അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളെപ്പോഴും അതിൻ്റെ മൈനസിലേക്ക് പോകുന്നതാണ്. നിങ്ങളായാലും എൻ്റെ വിമർശകരായാലും ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളെപ്പോഴും അതിൻ്റെ മൈനസിനെ പറ്റി ചിന്തിക്കുക, നിങ്ങൾ അതിൻ്റെ പ്രശ്നത്തെ പറ്റി ചിന്തിക്കുന്നില്ല. ഒരു 100-105 പുതിയ താരങ്ങൾ, പ്രത്യേകിച്ച് ഒരു സംഘടനയിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു അംഗത്വമൊന്നുമില്ല. എനിവേ ഞങ്ങളത് ചെയ്യും. ആരുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് തന്നെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല, അത്രയും എനിക്ക് പറയാൻ പറ്റും. ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മലയാള സിനിമയിലെ മുൻനിര നായകന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയോ മലയാള സിനിമയിലെ പലരും എന്നോട് വിളിച്ചിരുന്നു. പലരും എന്നെ വിളിച്ച് അഭിനന്ദനം പറഞ്ഞു. ചിലർ പറഞ്ഞു ഇങ്ങനെ സിനിമ തിരക്ക് കാരണം കേട്ടോ കാണാൻ പറ്റാത്ത നല്ല സിനിമയാണെന്ന് കേട്ടു. അല്ല, അതുകൊണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്താലും എന്ത് കാട്ടിക്കൂട്ടിയാലും അൾട്ടിമേറ്റ് അത് ജനങ്ങളെ മുന്നിലേക്ക് വരേണ്ട. അത് ഈ എത്രയായി ഇതിൻ്റെ പ്രൊഡക്ഷനും ബാക്കിയുള്ള? വളരെ ലോ കോസ്റ്റ്. ഏതെങ്കിലും ഒരു തിയേറ്റർ 2 ആഴ്ച കൂടിയാൽ മതി. എന്നാലും ഒരു ഞാൻ പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല. എല്ലാ സാധനവും എല്ലാ പണി ഞാനാ ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്വന്തം ക്യാമറ ആകെ ക്യാമറയെ പുറത്ത്, ക്യാമറമാനെ കൊടുത്ത പൈസയേ ഉള്ളൂ ഇതിൽ. ഇവിടെ സിനിമയ്ക്ക് ആൾ കയറാത്തത്, ഇവിടെ തമിഴ് സിനിമയോ ഹിന്ദി സിനിമയോ കുറ്റമൊന്നും പറയണ്ട. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദീപാവലി റിലീസ് കാരണം ഇവിടെ എല്ലാവരും സിനിമ, വലിയ ആളുകളുടെ സിനിമ വരെ പെൻഡിങ് വെച്ചപ്പോൾ കൃഷ്ണൻ രാധ ഞാൻ ധൈര്യപൂർവ്വം ഇറക്കി. നിങ്ങൾ ചിന്തിച്ച് നോക്കും, ഞാൻ ദീപാവലി റിലീസിലാണ് ഇറക്കിയത്. എനിക്കൊരു ശ്രീകൃഷ്ണൻ്റെ ഒരു ചെറിയ ധ്യാന കേന്ദ്രമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ശ്രീകൃഷ്ണൻ്റെ ധ്യാന കേന്ദ്രത്തിൽ മുന്നിൽ പോയിരുന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞിട്ടാണ് എല്ലാം സന്തോഷം ദുഃഖമൊക്കെ കൃഷ്ണനായിട്ടാണ് പങ്കുവയ്ക്കാം. അപ്പോൾ ഞാൻ മൈൻഡ് പറഞ്ഞു, ഭഗവാനെ ആദ്യ സീനിൽ ആളുകൾ വിസിലടിയും കയ്യടിയും തുടങ്ങണം, ആ 3 മണിക്കൂർ അവർ ഉത്സവമാക്കണം. ഇങ്ങനെ വരണമേ. അത് ഇതൊന്നും എളുപ്പമല്ല. നമ്മൾ പറയുന്ന പോലെ ആളുകൾക്ക് കൈയടിക്കാൻ തോന്നിയാൽ ആൾ കൈയടിക്കും. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്ന ഉള്ളിൽ നിങ്ങൾ കയറണ്ട, നിങ്ങൾ പുറത്തുനിന്ന് കേട്ട് നോക്ക്, ഉത്സവമാണ് അവിടെ നടക്കുന്നത്. ദ്വാരകപുരി വാഴും നന്ദനന്ദന അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണ, ആനന്ദത്തോടെ ചൊല്ലും ശ്രീകൃഷ്ണ നാമങ്ങൾ, ആമോദത്തോടെ ചൊല്ലും ശ്രീഹരിനാമങ്ങൾ, പൂന്താനം കവിതയിൽ നിറഞ്ഞാടും കണ്ണാ ഭക്തമീരതൻ ഗോവിന്ദ. ഈ സൂപ്പർ സ്റ്റാറുകളുടെ പലരുടെയും ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് അവരുടെ കൂടെ നിങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് നെറ്റിൽ ഒരുപാട് കുസൃതികൾ കാണിക്കാറുണ്ട്. നമ്മളെല്ലാം കാണുന്ന ഇതൊക്കെ. ഇത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നത്? നിങ്ങളൊരു ഭാവിയിൽ ഒരു വലിയ സൂപ്പർ സ്റ്റാറായി തീരാനുള്ള സാധ്യതയാണോ കാണുന്നത്? ആദ്യമേ ഞാൻ പറയട്ടെ, എനിക്ക് അത്തരം ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിൽ കുളിര് തോന്നാറുണ്ട്, ഉള്ളത് പറയാലോ. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള പ്രൂവ്ഡ് ആയിട്ടുള്ള, ഞാനിപ്പോൾ സത്യത്തിൽ എൻ്റെ സിനിമ ഇപ്പോൾ ജസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ളൂ, ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവർ പ്രൂവ്ഡ് ആർട്ടിസ്റ്റാണ്, അവർക്ക് എത്ര അവാർഡൊക്കെ കിട്ടിയ ആളുകളാണ്. അപ്പോൾ അവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ജനങ്ങൾ ചെയ്യുന്നൊരു ശരിയായ ഒരു കാര്യമല്ല. അവർക്ക് എത്ര പ്രയാസം ഉണ്ടാവും ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് കുളിര് തോന്നുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും. മാത്രമല്ല, ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ഇത് ചെയ്യരുത്. അതെ, സന്തോഷ് പണ്ഡിറ്റ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ സിനിമയിൽ താങ്കളല്ല നായകനെങ്കിൽ ലാലേട്ടനായിരിക്കും തീർച്ചയായും കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ലാലേട്ടൻ്റെ കടുത്തൊരു ആരാധകനാണ്. എന്താണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണം എനിക്ക് ലാലേട്ടനെ വളരെ ഇഷ്ടമാണ്. അല്ലാതെ ലാലേട്ടൻ എല്ലാ സിനിമകളും ആദ്യ ദിവസം ഇടികൂടി കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും റിസർവ് പോലും ചെയ്യാറില്ല. അപ്പോൾ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ മാനറിസം ഒക്കെ ഉൾപ്പെടുത്താനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നു മീൻസ് അവരുടെ മാനറിസം നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളതായ ഒരു ശൈലി, അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. നമ്മളാവുകയാണല്ലോ വേണ്ടത്.
എനിവേ സാഹചര്യം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടെ ഞങ്ങൾ പറഞ്ഞ ഓണം എൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മനസ്സിലാക്കി എൻ്റെ ഒരു വർക്കിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഏത് നിമിഷം അദ്ദേഹത്തെ വെച്ചൊരു വർക്ക് ചെയ്യാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. കൃഷ്ണനും രാധയും തന്നെ നിങ്ങൾ തമിഴിലും തെലുങ്കിലും ഒക്കെ ഡബ് ചെയ്ത് 2 മാസം കൊണ്ട് അതിൻ്റെ ഇതിൽ പ്രയാസം ക്യാമറ ഒഴിച്ചെല്ലാം ഞാൻ തന്നെ ചെയ്യും. മലയാളി പ്രേക്ഷകർക്കുള്ള അത്ര ക്ഷമ മറ്റുള്ളവർക്ക് ഉണ്ടാവും. ഇവിടത്തേക്കാൾ ബെറ്റർ ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നതായിട്ട്. മലയാളികൾ എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് സൗന്ദര്യം കുറഞ്ഞു എന്ന് പറയുന്നു. അല്ല, ഞാൻ പറയട്ടെ, മലയാളികൾ അങ്ങനെ എന്നെ വിമർശിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. മലയാളികളിലെ 100% ആൾക്കാർ അങ്ങനെ സായിപ്പന്മാരെ പോലുള്ള ആളുകളൊന്നുമല്ല. ഇവിടെയുള്ള ഒരു തൊലിവെളുപ്പിനെ നോക്കുമ്പോൾ അവർ കഴിവിനെ നോക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ധനുഷ് പോലുള്ളവരും പ്രഭുദേവ പോലുള്ള അവരുടെ കഴിവിനെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം അവനവനെ ഉള്ളൊരു ക്വാളിറ്റിയാണല്ലോ വേറെ ആളെ വിമർശിക്കാനുള്ളൂ. എനിക്ക് സൗന്ദര്യം കുറഞ്ഞു എന്നൊരാൾ പറയണമെങ്കിൽ അവനോട് സൗന്ദര്യം വേണമല്ലോ. അപ്പോൾ എന്നെ ഇതുവരെ വിമർശിച്ചവർ മുഴുവൻ ഭയങ്കര സുന്ദരക്കുട്ടന്മാരായിരുന്നു എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. അപ്പോൾ രജനീകാന്തിനെയും ധനുഷിനെയും പ്രഭുദേവം പോലെയുള്ള ഒരു റെസ്പോൺസ് ജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ നിന്നും അതുപോലെ തന്നെ ഈ തെലുങ്ക് സിനിമയിൽ നിന്നും ഒക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? 100% കാരണം അവർ കഴിവിനെ നോക്കുന്നത്. അവർക്ക് അസൂയല്ല. നമ്മുടെ ചിന്തിക്കുന്ന കാര്യം മലയാളികൾക്കാണ്, ഇവിടെ മലയാളികൾ തന്നെ എല്ലാവർക്കും ഇല്ല, ഒരു വിഭാഗം ആളുകൾക്കാണ് അസൂയ വരുന്നത്. കാരണം നമുക്ക് പറ്റാത്ത കാര്യം അയാൾ ചെയ്തല്ലോ. അയാൾക്ക് 6 നായകന്മാരുണ്ടല്ലോ, 8 നായകന്മാരുണ്ടല്ലോ. ഇത് നമ്മളെന്തിനാണ് അസൂയപ്പെടുന്നത്? ഈ തൊലിവെളുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പറയുന്നത് ഭയങ്കര തെറ്റായൊരു കാര്യമാണ്. പിന്നെ നമ്മളെന്താ അവിടെ നിന്ന് ചോദിച്ചു വരുവാണോ, എനിക്കിപ്പോൾ എന്താ ഇങ്ങനെ കുറച്ച് സൗന്ദര്യം കുറഞ്ഞിരിക്കണം എനിക്ക് വല്ല ആഗ്രഹമുണ്ടോ? ദൈവം തരുന്നതാണിത്. നിങ്ങളുടെ സിനിമയിൽ എന്തുകൊണ്ട് സൗന്ദര്യം കുറഞ്ഞ നായികമാരെ നിങ്ങൾ സെലക്ട് ചെയ്തില്ല? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൗന്ദര്യമല്ല നോക്കുന്നത്, ഞാൻ കഴിവാണ് നോക്കുന്നത്. മലയാള സിനിമയിലെ പ്രമുഖരായ ആരെയെങ്കിലും നിങ്ങളുടെ അടുത്ത സിനിമകളിൽ ഏതെങ്കിലും അഭിനയിക്കാനുള്ള സാധ്യതയുണ്ടോ? പൊതുവിൽ ഞാൻ പറയാം, ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് കൃഷ്ണൻ രാധയ്ക്ക് മുമ്പായി തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചൊരു സംഭവമാണ്. പക്ഷേ അപ്പോഴേക്കും എനിക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ ഞാൻ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് വേറെ സമയം കിട്ടാതെ, പിന്നെ ഇപ്പോൾ തിയേറ്റർ എന്നുള്ളത്, പിന്നെ ആരാധകർ ഇങ്ങനെ വിളിക്കും, സന്തോഷ് സാറേ ഈ തിയേറ്ററിലേക്ക് വാദിച്ചു. അപ്പോൾ ഞാൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ തിയേറ്ററിലും ഞാൻ ഇടയ്ക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു കൺവെർസേഷനാണ് ഞാനും ആരാധകരും തമ്മിൽ. ഇൻ്റർവെല്ലൊക്കെ ആളുകൾ വിളിക്കും, സന്തോഷ് സാറേ സിനിമ അടിപൊളിയായിട്ടുണ്ട്. എടാ സിനിമ കണ്ടിട്ട് പറ, സാറ് കയ്യടി കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ്. ഇതൊരു ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നായകനെ വിളിച്ചിട്ടും സംവിധായകനെ വിളിച്ചിട്ടും ലൈവാകുന്നത്. ഇതൊരു ലൈവാണ് സംഭവം. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് ശരിക്കും പറഞ്ഞാൽ പക്ക പുതിയ ആളുകളെ വെച്ച് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതേസമയം ഇപ്പോൾ കൃഷ്ണൻ രാജ ഒരു ഹിറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിലവിലുള്ള, ഞാൻ ഒന്നിനെതിരല്ല. ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഏതൊരാളെടുത്തും ചെല്ലാം, എനിക്ക് സൽമാൻ ഖാൻ്റെ അടുത്തും ചെല്ലാം, ഷാരൂഖിൻ്റെ അടുത്തും ചെല്ലാം. ഞാൻ ഇതാ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആക്കിയ വ്യക്തിയാണെന്ന് ചെല്ലാം. നിങ്ങളിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു. കോഴിക്കോട് അങ്ങനെയല്ല സംഭവം. ഞാൻ കോഴിക്കോട് സിറ്റിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ ഗാന്ധിയൻ ഫിലോസഫി, ചെറുപ്പത്തിലെ ഫിലോസഫിയും സൈക്കോളജിയൊക്കെ എനിക്ക് ഭയങ്കര മിസ്റ്റീരിയസ് സബ്ജക്ട്സ് ആയിരുന്നു ഇഷ്ടം. ദൈവം, പ്രേതം, ഇങ്ങനത്തെ ഒക്കെ. അപ്പം ഗാന്ധിയൻ ബുക്സുകൾ കൂടുതലായിട്ട് അച്ഛൻ കൊണ്ടുവരുന്നു. എൻ്റെ വീട്ടിൽ കുറേയൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗാന്ധിജിയുടെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, സത്യാന്വേഷണ പരീക്ഷണങ്ങളാണെന്ന് തോന്നുന്നു. അതിൽ ഗാന്ധിജി പറയേണ്ടത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കടുത്ത ഗ്രാമത്തിൻ്റെ ആരാധകനായി കോഴിക്കോട് ടൗണിലെ എൻ്റെ വീട് വിറ്റ് ഞാൻ ഗ്രാമത്തിൽ പോയതാണ്. അല്ലാതെ ഞാൻ ഒരു ഗ്രാമത്തിൽ തുടക്കട്ട വ്യക്തിയല്ല. ആരാധകർ സാർ എന്ന് വിളിച്ച് വിശേഷിപ്പിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭൂതി എന്താ? വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് എന്നെ ഒരാൾ സാറെന്നോ വിളിക്കുന്നേക്കാട്ടോ, എനിക്ക് എന്നെ ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നു. നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരാളെ എടാ എന്ന് വിളിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. ഫോണിൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളും ഇല്ലേ? തുടക്കത്തിലുണ്ട്. അതാ ഞാൻ പറഞ്ഞു, സിനിമ ഇറങ്ങിയതിന് ശേഷം ഇല്ല. ഇനി എൻ്റെ വിമർശകൻ, നിങ്ങൾ വെളുത്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, കണ്ണാടി നോക്കാറില്ല ഏട്ടാ, കറുത്തവർക്കൊന്നും കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് 4 തെറി. ഞാൻ പറയുന്നു, അവനും രാത്രി നല്ല ഉറക്കം കിട്ടും. 4 തെറി വിളിച്ചല്ലോ. 14 മിനിറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ തെളിവ് ഞാൻ തരാം. ഇപ്പോഴും 14-15 മിനിറ്റിൻ്റെയൊക്കെ ഇത് കിടക്കുന്നുണ്ട് ഇൻ്റർനെറ്റിലൊക്കെ. 3 മിനിറ്റിൽ തുടങ്ങുന്ന തെറിയാണ്. എനിക്ക് സൗന്ദര്യം കുറവാന്ന് പറഞ്ഞിട്ട് 15 മിനിറ്റ് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നിട്ടും കട്ട് ചെയ്യാറില്ല. അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ആലോചിച്ച് നോക്കടാ, ഒരാൾ മരിച്ചാൽ, അയാളെ ശവം കത്തിച്ചാൽ ഒരു പിടി മണ്ണലടേ ആവുള്ളൂ. ഇത്രയും മാന്യമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവിടുന്ന് യാതൊരു നിർദാക്ഷിണ്യമാണ് അവിടുന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് ആരാധകർ ചോദിക്കുക, എൻ്റെ സന്തോഷമായിട്ട് അത് ഓഫ് ചെയ്ത് കട്ട് ചെയ്താൽ പോരെ, അവൻ ആ റെക്കോർഡ് ചെയ്യല്ലേ, എന്നിട്ട് അത് ഈ ലോകം മുഴുവൻ കേൾപ്പിക്കല്ലേ. അപ്പോഴും ഞാൻ പറഞ്ഞു, എടാ ഞാനത് കട്ട് ചെയ്തിരുന്നെങ്കിൽ അവനത് പ്രയാസം പറ്റില്ല. അപ്പച്ച മുങ്ങിച്ചാവാൻ പോകുന്നതിനെ രക്ഷിക്കണമെങ്കിൽ സ്വയം നീന്തൽ അറിയണം, അല്ലെങ്കിൽ അവനോടൊപ്പം നിങ്ങളും കൂടി മുങ്ങും. ഒരു കുരുടനെ വേറൊരു കുരുടൻ വഴി കാണിച്ചാൽ 2 പേരും കൂടെ വല്ല കുഴിയിലും പോയി വീഴും, അത്ര തന്നെ. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ, സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ. കാഞ്ചന കൂട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം, കാഴ്ച കൂട്ടിലെ സിംഹത്തിനും ബന്ധനം,
ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഏതായാലും എല്ലാം നന്നായി വരട്ടെ എന്ന് ആശംസിക്കാം. ഗന്ധമില്ല സുഗന്ധിക്ക് ജീവനില്ല, തൂവലില്ല മൈലമ്മയ്ക്ക് അഴകില്ല, രാധയില്ല കൃഷ്ണനിനി ഗാനമില്ല. ഇണപ്പാവ് പോയല്ലോ, യാത്രയായി പോയല്ലോ, ഇണപക്ഷി പോയല്ലോ, തെന്നി തെന്നി പോയല്ലോ. ദേഹിയില്ല ദേഹിക്കിപ്പോൾ ദാഹമില്ല,